Break down, come on. Hey, come on. Come on, boy, I've been waiting for somebody to pick up my straw. ഹലോ, വെൽക്കം ടു മൈ ചാനൽ. എങ്ങോട്ടാ പോകുന്നത് റിയ റയൻ? കുജേറാണോ? ഒന്നും അറിയത്തില്ല, പോവാണ്. അങ്ങനെ ഞങ്ങളിപ്പോൾ പോകുന്നത് റാസൽ ഖൈമയിലോട്ട്. എന്തിനാണ് പോകുന്നതെന്ന് ചോദിച്ചാൽ, ഞങ്ങളുടെ ഒരു ഗ്രൂപ്പുണ്ട്, ചങ്ങായീസ് എന്ന് പറയുന്നത്. നമ്മളെല്ലാവരും കൂടെ ഒരു ഫാം ഹൗസ് ബുക്ക് ചെയ്തു. അവിടെ നമ്മുടെ ദിവാലിയും ഓണം സെലിബ്രേഷനും എല്ലാം കൂടെ ഒരുമിച്ച് ചെയ്യാം എന്ന് വിചാരിച്ച്. ഇതാണ് ആ ഫാം ഹൗസ്. അവിടെ 3 വലിയ ബെഡ്റൂംസ് ഉണ്ട്, ഒരു മജ്ലീസ് ഉണ്ട്, പിന്നെ വേറെ ഒരു ബെഡ്റൂം കൂടെ ഉണ്ട്. അത് ബാക്ക് സൈഡിലാണ്. അത് 2 പേർക്ക് കിടക്കാൻ പറ്റുന്ന പോലെ. ബാക്കി ബെഡ്റൂംസ് എല്ലാം നല്ല ക്ലീനും സ്പേഷ്യസുമാണ്. എല്ലാ ബെഡ്റൂമിലും ഫ്രിഡ്ജുണ്ട്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ സാധനങ്ങളുണ്ടെങ്കിൽ നമുക്ക് ആ ഫ്രിഡ്ജ് വെക്കാം. കിച്ചണിലും ഉണ്ട്, അല്ലാതെയും ഉണ്ട്. നല്ല അടിപൊളി സ്ഥലമാണ്. പിള്ളേർ എവിടെ പോയാലും നമുക്ക് കാണാൻ പറ്റും. കാരണം ഇത്ര ഏരിയയേ ഉള്ളൂ. നമ്മളൊരു 7 ഫാമിലീസാണ് പോയത്. അപ്പം ബിൻസി ഒരു റൂം ടൂർ തരുവാണ്. അവളുടെ സ്വന്തം റൂമാണ് പറഞ്ഞിട്ടാണ് തരുന്നത്. അത് കൊള്ളായിരുന്നു കേട്ടോ. അങ്ങനെ ബാക്ക് സൈഡിൽ ഒരു റൂമുണ്ടെന്ന് പറഞ്ഞില്ലേ, അവിടെ ഒന്ന് പോയി നോക്കാമെന്ന് പറഞ്ഞിട്ട് ഞാനും ചിന്നും കൂടെ പോവാണ്. അവിടെ 2 സെപ്പറേറ്റ് ബെഡ്സാണ് ഇട്ടിട്ടുള്ളത്. വേണമെങ്കിൽ അവിടെയും പോയി കിടക്കാം. ഇവിടെ കുട്ടികൾക്കും വലിയവർക്കും കളിക്കാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ അവിടെ ഉണ്ട്. ഇനി ഞങ്ങളുടെ ബാനർ റിവീലിംഗ് ആണ്. ഇതാണ് കിച്ചൺ. ഇവരുടെ പരിപാടിയൊക്കെ തുടങ്ങി. ക്യാമറമായിട്ട് ഞാൻ വന്നപ്പോൾ ഷൈജുവും സിജുവും ഒക്കെ വളരെ ഡീസൻ്റായിട്ട് നിൽക്കുന്നത് കണ്ടോ. പിള്ളേർക്ക് ചിപ്സൊക്കെ കൊടുത്തു. ബട്ട് ഇപ്പം ഉച്ച സമയമാണ്. അപ്പം സദ്യ കഴിക്കാനുള്ള സമയമായി. അപ്പം പിള്ളേർക്ക് സദ്യ കൊടുക്കാം, അതിന് ശേഷം വലിയവർക്കും കഴിക്കണം. ഇതെല്ലാം കഴിച്ചതിന് ശേഷം നമ്മൾ വേറെ പരിപാടികളൊക്കെ ഓർഗനൈസ് ചെയ്യുന്നുണ്ട്. അതെല്ലാം ചെയ്യണമെങ്കിൽ സമയം വേണം. അപ്പോൾ അതുകൊണ്ട് ഓരോരോ ട്രിപ്പായിട്ട് ആദ്യമേ കുട്ടികൾ, പിന്നെ വലിയവർ, അങ്ങനെ സദ്യ കഴിച്ചു തുടങ്ങി. ബൈ ദ വേ, ഇത് നമ്മുടെ ടിപ്പിക്കൽ സദ്യ അല്ല കേട്ടോ. ഇതാണ് അച്ചായൻ സദ്യ. ഇതിൽ നോൺ വെജൊക്കെ ഉണ്ട്, വെജും ഉണ്ട്. പക്ഷേ വെജ് കുറച്ചും നോൺ വെജ് കൂടുതലുമാണ്. ഞങ്ങളുടെ സദ്യ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പുറത്തിറങ്ങിയിട്ട് പൂക്കളവും പിന്നെ അവിടെ ബാനർ ഒട്ടിക്കാനുണ്ടായിരുന്നു. അതൊക്കെ ഒട്ടിച്ച് ഞങ്ങളവിടെ എല്ലാം സെറ്റ് ചെയ്തു. അവിടെ ഡെക്കറേഷനൊക്കെ ചെയ്യാനുണ്ടായിരുന്നു. അതെല്ലാം ചെയ്തിട്ട് എല്ലാം സെറ്റ് ചെയ്തിട്ട് അവർക്ക് വെയിറ്റ് ചെയ്തു. ആ സമയത്ത് ഈ കുട്ടികൾ കളിയാണ്. കുട്ടികൾക്ക് എത്ര നേരം വേണേലും അവർ കളിച്ചുകൊണ്ടിരിക്കും. പിന്നെ എല്ലാവരും വന്നതിന് ശേഷം ഫോട്ടോ ഷൂട്ടും പിന്നെ കുറച്ച് റീൽസൊക്കെ എടുത്ത് ഷൈജു ഇത് റീലെടുത്തുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ എടുത്തിട്ട് പിന്നെ നമ്മുടെ പരിപാടികൾ ഒന്നൊന്നായിട്ട് തുടങ്ങി. എല്ലാവർക്കും തിരുവോണാശംസകൾ. ചങ്ങായീസിന്റെ വാർഷികാഘോഷവും ഓണാശംസകൾ. വളരെ മനോഹരമായ ഒരു വർഷം കടന്നു പോയിരിക്കുകയാണ്. നമ്മൾ ഒന്നിച്ച് വീണ്ടും ഒരു ഓണാഘോഷം കൂടി. കടപ്പെട്ടിരിക്കുന്നു ചോദിച്ചാൽ നമ്മളോട് മാത്രം കടപ്പെട്ടിരിക്കുന്നു. ഒരുപാട് ഓണങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നു, ഒരുമിച്ച് ആഘോഷിക്കാനും ദൈവം തമ്പുരാൻ നമ്മളെ സഹായിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി നമുക്കെല്ലാവർക്കും നമ്മുടെ ഓണാശംസകളും വാർഷികാഘോഷങ്ങളും നേർന്നുകൊണ്ട് മരിക്ക് കൈമാറി. അപ്പൊ നമുക്ക് അടുത്ത പ്രോഗ്രാമിലേക്ക് കടക്കാം. അതിന് എന്തൊക്കെയാണ് പ്രോഗ്രാം പ്ലാൻ ചെയ്തിരിക്കുന്ന ബിൻസി നിങ്ങളോട് പറയുന്നതായിരിക്കും. പരിപാടികൾ തുടങ്ങാം, കുറെ ഡിലേ ആക്കണ്ട, പിള്ളേർക്ക് സ്കൂളിൽ കളിക്കണം എന്ന് പറഞ്ഞിട്ട് വാശി പിടിക്കുകയാണ്. അപ്പൊ നമ്മള് നെക്സ്റ്റ് തുടങ്ങുന്നത് തിരുവാതിര. അപ്പോൾ ഞങ്ങളുടെ ലേഡീസ് ഓൺ സ്റ്റേജ് പ്ലീസ്.
കണ്ണും കണ്ണും പിടിയൊടിഞ്ഞു കണ്ടു കണ്ടില്ല സുന്ദരം നീയും സുന്ദരം ഞാനും ചേർന്നിരുന്ന പെർഫോമൻസസ് എല്ലാം അടിപൊളിയായിരുന്നു. ഇനിയാണ് നമ്മുടെ ഫൈനൽ DJ. മൂന്ന് പ്രോഗ്രാം റാപ്പ് ചെയ്തിട്ട് എല്ലാവരും കൂടെ പൂളി ചാടി. ഉച്ചയ്ക്ക് വന്നപ്പോൾ തൊട്ട് കുട്ടികൾ പൂളി ചാടണമെന്ന് പറഞ്ഞത് നമ്മൾ വെയിറ്റ് ചെയ്ത് ഫോട്ടോ എടുക്കണം, പ്രോഗ്രാം ചെയ്യണം, അതിന് ശേഷം ചാടാമെന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്യിപ്പിച്ചു. അങ്ങനെ എല്ലാവരും പൂളിൽ കുറേ നേരം എൻജോയ് ചെയ്തു. പൂളിൽ കുറേ നേരം എൻജോയ് ചെയ്തിട്ട് എല്ലാവരും ഡ്രസ്സ് ചെയ്തിട്ട് ദിവാലിക്ക് വേണ്ടി റെഡിയായി. ഇനിയും നമ്മുടെ ദിവാലി പ്രോഗ്രാംസ്. മാലിനിയുടെ തീരങ്ങൾ ഇനിയും ദിവാലി DJ.
പരിപാടിയൊക്കെ കഴിഞ്ഞ് അന്നത്തേക്ക് 12 മണിയായി. അപ്പോൾ ഗ്രില്ല് ചെയ്യാനൊക്കെ തുടങ്ങി. അപ്പോഴാണ് അറിഞ്ഞത് ക്ലെമൻസിയുടെ ബർത്ത്ഡേ ആണ്. എന്നാൽ പിന്നെ ഒരു കേക്ക് കട്ടിങ് ആവട്ടെ. അങ്ങനെ കേക്ക് കട്ടിങ് എല്ലാം കഴിഞ്ഞു. പിന്നെ നമ്മൾ ഗ്രില്ല് കഴിക്കാൻ തുടങ്ങി. ഒരു ട്രിപ്പ് കഴിഞ്ഞു കേട്ടോ. 2 വെറൈറ്റി ആയിരുന്നു കൊണ്ടുവന്നത്. ഒരെണ്ണം ജസ്സു, ഒരെണ്ണം സൗമ്യയും. 2 അടിപൊളിയായിരുന്നു കേട്ടോ. 2 കഴിച്ചിട്ട് ഞങ്ങളവിടെ സംസാരിച്ചൊക്കെ കുറച്ച് നേരമായിരുന്നു. അത് നല്ല തണുപ്പായിരുന്നു. അപ്പോഴത്തേക്ക് ചിന്നു പോയി ബ്ലാങ്കറ്റൊക്കെ എടുത്തുകൊണ്ട് വന്ന് പുതച്ചവിടെ ഇരിക്കുവാണ്. പിന്നെ അങ്ങനെ സംസാരിച്ച് പിന്നെ ഞങ്ങൾ പോയി കിടന്ന് ഉറങ്ങി. അങ്ങനെ രാവിലെ എണീറ്റ് വന്നിട്ട് കുറച്ച് ഐറ്റംസൊക്കെ ഉണ്ടാക്കി. ഇതൊക്കെ ജസ്സും സൗമ്യയും ബീഫും പോർക്കും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ അടിപൊളി, എന്നാ ടേസ്റ്റാണെന്നറിയോ, അടിപൊളിയായിരുന്നു. എന്നിട്ട് നമ്മളെല്ലാം ബ്രേക്ക്ഫാസ്റ്റും എടുത്ത് മജ്ലീസ് ഏരിയയിൽ കൊണ്ടുപോയിട്ട് ആദ്യമേ കുട്ടികൾക്ക് കൊടുത്തു. കാരണം അവർ രാവിലെ എണ്ണീറ്റിരിക്കുകയാണ് വിശന്നിട്ട്. അവർക്ക് ആദ്യമേ കൊടുത്തു. എന്നിട്ട് ഞങ്ങളെല്ലാവരും അവിടെ തന്നെ ഇരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചു. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വേറെ പരിപാടിയുണ്ട്. കുറച്ച് ഗെയിംസ് കളിക്കണം. പിന്നെയും കുട്ടികൾക്ക് പൂളിൽ ഇറങ്ങണം. പിന്നെ ഒരു ടീഷർട്ട് റിവീലിംഗ്. നമ്മുടെ സെക്കൻഡ് റൗണ്ട് തുടങ്ങല്ലേ? പിന്നെ നമ്മൾ ഒന്നൊന്നായിട്ട് ഗെയിംസ് കളിക്കാൻ തുടങ്ങി. പൂളിലെ കളിയെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നമ്മളിനി ലഞ്ചൂടെ കഴിച്ചിട്ട് പോകാം. കാരണം ഓണത്തിന് കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ബാക്കിയുണ്ട്. അപ്പോൾ അത് ചൂടാക്കിയിട്ട് എല്ലാവർക്കും കഴിച്ചിട്ട് നമുക്കിവിടുന്ന് ഇറങ്ങാം എന്നുള്ളൊരു തീരുമാനത്തിലെത്തി. അപ്പോൾ പിന്നെ എല്ലാം ചൂടാക്കി കൊണ്ടുവന്ന് മജ്ലിസിൽ തന്നെ കൊണ്ടുവച്ചു. എന്നിട്ട് കുട്ടികൾക്ക് എല്ലാവർക്കും ഒന്നൊന്നായിട്ട് കൊടുത്തു. വലിയവരും അവിടെ ഇരുന്ന് കഴിച്ചു. ഇതൊക്കെ കഴിച്ചിട്ട് ഇനി നെക്സ്റ്റ് നമ്മുടെ പിള്ളേർക്കൊരു കൊച്ചു ടോക്കൺ ഓഫ്. കുറച്ച് സമയം കിട്ടിയപ്പോൾ ഞാൻ ഷേജും കൂടെ ഒരു പാട്ടൊക്കെ പാടി. വളരെ മനോഹരമായ ശേഷം നമുക്ക് തൽക്കാലത്തേക്ക് പിരിയാം. അതിനു മുമ്പ് നമ്മുടെ എല്ലാ സഹകരണങ്ങൾക്കും എല്ലാവർക്കും ഒരുപാട് നന്ദി. എല്ലാവരും സഹകരിച്ച് വളരെ മനോഹരമായ ഒരു വെക്കേഷൻ. ഇനിയാണ് ഞങ്ങളുടെ ഫൈനൽ കലാശക്കൊട്ട്. അങ്ങനൊരു അടിപൊളി സ്റ്റേക്കേഷൻ്റെ കുറേ നല്ല ഓർമ്മകളായിട്ട് നമ്മളെല്ലാവരും വീട്ടിലോട്ട്. ടൂഡിൽസ്.